ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന ഒരു തട്ടിപ്പിനെ കുറിച്ചാണ്. അതായത് ഞാൻ കുറച്ച് നാൾ മുന്നേ ഒരു വക്കീൽ ഓഫീസിൽ പോയിരുന്നു. അറിയാമല്ലോ, ഞാനൊരു അഡ്വക്കേറ്റാണെന്ന്. അപ്പോൾ ഞാൻ ഡിസ്കണ്ടിന്യൂ ചെയ്തതാണ് കുറച്ച് കൊല്ലങ്ങൾക്ക് മുന്നേ. അപ്പോൾ എനിക്കൊരു ചാൻസ് കിട്ടി. എൻ്റെ ഒരു കൂട്ടുകാരനെ കൊണ്ടാക്കാൻ പോയതാണ്. അപ്പോൾ പക്ഷേ അവിടെ വേറെ കേസുകൾ എൻ്റെ നാട്ടിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു വൈ ഡോണ്ട് ഐ സ്റ്റാർട്ട് എഗെയിൻ. അങ്ങനെ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ആ ഓഫീസിൽ പോയിരുന്നു. എന്താണെന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് തോന്നി വളരെയധികം കേസുകളുള്ളൊരു ഓഫീസ്. ശരിക്കും വളരെയധികം കേസുള്ള ഒരു ഓഫീസാണ്. ത്രൂ ഔട്ട് അത് കേരളത്തിൻ്റെ മധ്യ ഭാഗങ്ങളിലുള്ള കോടതികളിൽ കേസുകളുണ്ട് ആ ഓഫീസിൽ. ഡിവോഴ്സ് കേസുകളാണ്. അപ്പോൾ ഞാനാണെങ്കിൽ യൂട്യൂബ് കണ്ടിട്ടാണ് എൻ്റെ കൂട്ടുകാരനെ ആ ഓഫീസിലാക്കി കൊടുക്കാമെന്ന് വെച്ചിട്ട് പോയത്. യൂട്യൂബ് അതൊരു ബേസിക്കലി ഒരു യൂട്യൂബ് വക്കീലാണ്. ഷീ ഡസൻ ഗോ ടു കോർട്ട്. അതെനിക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനവിടെ ചെന്നപ്പോൾ അവിടെ ജൂനിയേഴ്സിൻ്റെ വേക്കൻസി ഉണ്ടായിരുന്നു. അവിടുത്തെ സ്ഥിരം നടക്കണം എന്താണെന്ന് വെച്ചാൽ ഒരു ജൂനിയർ വരും, കുറച്ച് കാലം നിൽക്കും, അത് കഴിഞ്ഞ് ആ ജൂനിയർ പിരിഞ്ഞു പോകും. കാരണം ഞാൻ പിന്നീട് പറഞ്ഞുതരാം. അപ്പോൾ ഞാനൊരു മാസം നിന്നു. അവിടുന്ന് കിട്ടുന്ന സാലറി വളരെ തുച്ഛമാണ്. എൻ്റെ ട്രാവൽ എക്സ്പെൻസസ് പോലും മീറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാലറിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ട, എന്തിനാണ് വെറുതെ നമ്മുടെ കയ്യിലെ പൈസ കൊടുത്തിട്ട് വെറുതെ പോയിട്ട്. പിന്നെ അത് മാത്രമല്ല, എനിക്കിപ്പോൾ അഡ്വക്കസിയിൽ ഫ്യൂച്ചർ എന്നൊക്കെ പറയുന്നത് ഒരു നരമ്പോക്ക് മാത്രമാണ്. പ്ലസ് എന്തെങ്കിലും ഒരു ബ്രെയിനിന് നമുക്കൊരു എക്സസൈസ് അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ സ്ഥിരം ഓഫീസ് വന്ന്, കാരണം ഓഫീസ് എറണാകുളത്തിൻ്റെ ഒരറ്റത്താണ്, ഞാൻ താമസിക്കുന്ന എറണാകുളത്തിൻ്റെ വേറെ അറ്റത്താണ്. അപ്പോൾ എനിക്ക് സ്ഥിരം ഓഫീസിൽ വരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. പിന്നെ ഡിവോഴ്സ് കേസ് എന്ന് പറയുന്നത് നമുക്ക് കൂടുതലൊന്നും പഠിക്കാനൊന്നുമില്ല. ഇത് സിമിലർ കേസസാണ്. അത് ഒരു മാസം തന്നെ ധാരാളമാണ് നമുക്ക് പഠിച്ചെടുക്കുക പറയുന്നത്. പിന്നെ ഓരോ കേസിൻ്റെ ഫാക്ട്സുകളും ഏറെക്കുറെ സിമിലറാണ്. തല്ല്, പിന്നെ ഡ്രഗ്സ്, കുടി, പിന്നെ എന്താ പറയുക, ആഭരണം എടുത്തിട്ട് തിരിച്ചു കൊടുക്കാതിരിക്കുക, മെയിൻ്റനൻസ് കൊടുക്കാതിരിക്കുക, കുട്ടികളെ നോക്കാതിരിക്കുക, അതൊക്കെയാണ് സ്ഥിരം ഡിവോഴ്സ് കേസിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ ഞാൻ ഇനി അങ്ങോട്ട് പോകണ്ടെന്ന് വിചാരിച്ചു. വേണമെങ്കിൽ കോടതിയിൽ, ഇവിടെ അടുത്തുള്ള കോടതിയിൽ പോവാം, അതല്ലാതെ വേണ്ടാന്ന് വെച്ചു. അപ്പോൾ അങ്ങനെ ഒരു മാസം ഞാൻ എവിടെയും പോകാണ്ട് അങ്ങനെ ഒരു മാസം ഇരുന്നു. പിറ്റത്തെ മാസം വീണ്ടും ആ ഓഫീസിൽ നിന്ന് എനിക്ക് കോള് വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ മിടുക്ക് കണ്ടിട്ട് വിളിച്ചതാണെന്ന്. പക്ഷെ അല്ല. കാരണം അവർക്ക് ഒരു സീനിയർ വക്കീലിനെ ആവശ്യമുണ്ടായിരുന്നു, മുടി നരച്ചൊരു സീനിയർ വക്കീലിനെ. അപ്പോൾ അതിന് വേണ്ടി വിളിച്ചതാണ്. അപ്പോൾ ഞാൻ ആദ്യം ഞാൻ പോയിരുന്നപ്പോൾ ഒരു മാസം ഞാൻ പോയി എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഒരു കേസ് തൃശ്ശൂർ കോടതിയിലുണ്ടായിരുന്നു. ആ കേസിൽ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയിരുന്നു. അതായത് അമ്മ പറഞ്ഞു കൊച്ചിനെ വേണ്ടാന്ന്, അച്ഛൻ പറഞ്ഞു കൊച്ചിനെ വേണ്ടാന്ന്. അങ്ങനത്തെ ഒരു കേസ് വന്നപ്പോൾ ഞാൻ തന്നെ ടെൻസ്ഡായിപ്പോയി കൊച്ചിൻ്റെ കാര്യം ആലോചിച്ചിട്ട്. അപ്പോൾ അതൊരു മീഡിയേഷൻ മാറ്ററായിരുന്നു. അപ്പോൾ അത് വന്ന് ഇങ്ങനൊരു സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് ആ ക്ലയൻറ്റ് മാമിനെ വിളിച്ച് പറഞ്ഞു മീഡിയേഷന് വന്ന വക്കീൽ എനിക്ക് വേണ്ടി സംസാരിച്ചില്ല എന്നൊക്കെ. എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. എൻ്റേതായൊരു മാനസിക അത് എന്താ പറയുക, നമുക്ക് ഓരോ ക്വാളിറ്റീസ് ഇല്ലേ. നമുക്ക് കൊച്ചുങ്ങളെ കളഞ്ഞിട്ട് പറ്റില്ല എന്ന് പറയുന്ന ഒരു അമ്മേനെ സപ്പോർട്ട് ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റില്ല. അപ്പോൾ ഞാൻ ആ അമ്മയുടെ സൈഡിലായിരുന്നു. ആ അമ്മ വെൽ എഡ്യൂക്കേറ്റഡാണ്, ഒരു സ്ഥലത്തെ ഡോക്ടറും കൂടെയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ലേഡിനോട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് കൊച്ചിനെ നിങ്ങളുടെ കൂടെ നിർത്തിക്കൂടെന്ന് ചോദിച്ചു. അത് ആ സ്ത്രീക്ക് പറ്റിയില്ല. അപ്പോൾ അത് ഈ സീനിയർ യൂട്യൂബ് വക്കീലിനോട് പറഞ്ഞു വെച്ചാൽ എൻ്റെ സൈഡിൽ നിന്ന് വന്ന വക്കീൽ തന്നെ എന്നെ ക്വസ്റ്റ്യൻ ചെയ്തു, കുട്ടീനെ കൂടെ നിർത്തിക്കൂടെന്ന് ചോദിച്ചിട്ട് എനിക്ക് ഒരു സപ്പോർട്ട് തന്നില്ല. അങ്ങനെ ഒരു കംപ്ലൈൻറ്റാണ് അവർ പറഞ്ഞത്. ഓക്കെ, എനിക്കതൊരു പ്രശ്നമല്ല. ഞാൻ എൻ്റെ മക്കളെ നല്ല രീതിക്ക് വളർത്തിയിട്ടുണ്ട്. ഫുൾ സപ്പോർട്ട് അവർക്ക് വേണ്ട സമയത്ത് ഞാൻ ഫുൾ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നേരെ വേണൊരു കുടുംബജീവിതമുണ്ട്. അപ്പോൾ അതങ്ങനെ പോകുന്നു. അപ്പോൾ അത്തരം കുറേ പലതരം മനുഷ്യന്മാരല്ലേ. ചിലർക്ക് മക്കളെങ്ങനെയൊക്കെയോ ജനിച്ചു എന്ന് അതാണ് എനിക്ക് തോന്നണത്. ഒരു ഔട്ട് ഓഫ് ലവ് ആയിരിക്കില്ല ആ കൊച്ച് ജനിച്ചിട്ടുണ്ടാവുക ഒരു പക്ഷേ. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ അതിനുശേഷം എനിക്ക് വക്കീൽ പണിക്ക് പോകാൻ ഒരു താല്പര്യം തോന്നിയില്ല.
പോരാത്തതിന് തരുന്ന സാലറി വളരെ തുച്ഛം. നമ്മൾ പല മൂവാറ്റുപുഴ, തൃശ്ശൂർ ഹൈക്കോടതി അങ്ങനെ പലവട്ടം പലയിടത്തും പോയി. എന്നിട്ട് തന്ന പൈസ വളരെ തുച്ഛമായിരുന്നു. പിന്നെ ഡ്രാഫ്റ്റിംഗ് ചെയ്തു. അപ്പോൾ അതൊക്കെ എനിക്കൊരു ഞാൻ വെറുതെ ഒരു എക്സ്പീരിയൻസ് എന്ന നിലയ്ക്ക് എടുത്തിട്ടുള്ളൂ. ഒരു ടൈം പാസ് അത്ര തന്നെ ഞാനും കണക്കാക്കിയിട്ടുള്ളൂ. പിന്നെ അപ്പോൾ ഒരു മാസം ഞാൻ ഒന്നും ചെയ്തില്ല. ഞാനത് വിട്ടു. അത് കഴിഞ്ഞ് വീണ്ടും എന്നോട് ഇങ്ങനെ പോകാൻ പറഞ്ഞപ്പോൾ ഞാൻ പോയി. ഒരു മാറ്റർ ഹൈക്കോടതിയിലുണ്ടായി. അപ്പോൾ ഹൈക്കോടതിയിൽ പോയെന്ന് ഞാൻ പുതിയ ഇപ്പോഴത്തെ IPC ഒക്കെ മാറിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ പുസ്തകങ്ങളൊക്കെ വാങ്ങി ഞാൻ വീണ്ടും അതിലേക്ക് കളത്തിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് പുസ്തകം വാങ്ങി. ഡ്രാഫ്റ്റിങ്ങിൻ്റെ പുസ്തകം വാങ്ങി. കാരണം ഞാനിതൊക്കെ ചെയ്തത് കുറേ കൊല്ലങ്ങൾക്ക് മുന്നേ ഉള്ള അങ്ങനെ പോന്നു. CRPC വാങ്ങി. അങ്ങനെ പോന്നിട്ട് പിന്നെ എനിക്ക് തന്നതൊരു കുന്നംകുളം കേസാണ്. കുന്നംകുളം കേസ് പോകുമ്പോൾ എന്നോട് പറഞ്ഞു ഇതുപോലെ മീഡിയേഷൻ തന്നെയാണ്. അപ്പോൾ ഞാൻ മാറ്റർ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു മാറ്റർ അറിയേണ്ട ആവശ്യമില്ല, അതെങ്ങനെയെങ്കിലും ഡിവോഴ്സാക്കി കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. ഒരു മ്യൂച്വൽ ഡിവോഴ്സാക്കി കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ മാറ്റർ അറിയാണ്ട് മീഡിയേഷന് പോണതിനോട് എനിക്കൊരു യോജിപ്പും ഉണ്ടായിരുന്നില്ല. പക്ഷേ പൊടി വന്നില്ല. കാരണം വെച്ചാൽ ഓപ്പോസിറ്റ് കക്ഷിക്ക് വരാൻ പറ്റില്ല, അതുകൊണ്ട് മീഡിയേഷന് വരാൻ പറ്റില്ല, പോകണ്ടെന്ന് തീരുമാനമായതാണ്. അത് കഴിഞ്ഞ് അത് വീണ്ടും 1-ാം തീയതിക്ക് വെച്ചു, ജനുവരി 1-ാം തീയതിക്ക്. അപ്പോൾ അന്ന് എനിക്ക് പോകാൻ പറ്റില്ല, എനിക്ക് വേറെ പേഴ്സണൽ റീസൺസ് ഉണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇത്രാം തീയതി മുതലേ ഫ്രീ ആവുള്ളൂ, അതുകൊണ്ട് എനിക്കിപ്പോൾ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കക്ഷികളായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. 1,00,000 രൂപ വാങ്ങിയിട്ട് വക്കീൽ നടത്തുന്ന വിക്രസ്, അതായത് അവരുടെ ഫയൽ പോലും അവരുടേതല്ല, ഒരുവിധം ആൾക്കാരുടെ ഫയലും ഓഫീസിലില്ല. അതെനിക്ക് തോന്നുന്നത് വല്ല ഇൻകം ടാക്സ് റെയ്ഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ തെളിവില്ലാണ്ടിരിക്കാനായിരിക്കണം. ആദ്യം ഞാൻ വിചാരിച്ച വല്ല ജൂനിയേഴ്സ് ചെയ്തവർക്ക് എല്ലാം വിക്രസാവുമെന്നാണ് വിചാരിച്ചു. ഫയലുകൾ മിസ്സാക്കി കളഞ്ഞത്. അതല്ലെങ്കിൽ എന്തോ അവിടെ ഫയലുകളൊന്നും കീപ്പ് ചെയ്യണില്ല. പിന്നെ സച്ച് ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഇവർ കേസ് ഫയൽ ചെയ്യും, എവിഡൻസിൻ്റെ അടുത്തേക്കൊന്നും എത്തണേയില്ല, നീട്ടി കൊണ്ടുപോകും. കേസ് ഫയൽ ചെയ്യുമ്പോൾ 60,000 75,000 അല്ലെങ്കിൽ 1,00,000 60 to 1,00,000 ഇൻ ബിറ്റ്വീൻ അവർ വാങ്ങിയെടുക്കുന്നുണ്ട്. പിന്നെ ഓരോ പേപ്പർ നീക്കണമെങ്കിലും അവർ 25,000 10,000 ഒക്കെ വാങ്ങിയെടുക്കുന്നുണ്ട്. അഡ്വാൻസ് പെറ്റീഷൻ 25,000 വാങ്ങിയ കഥ എനിക്കറിയാം. അപ്പോൾ ചുമ്മാ പൈസ ഉണ്ടാക്കൽ മാത്രമാണ് ആ യൂട്യൂബ് വക്കീൽ ചെയ്യുന്നത്. എനിക്ക് ആ ഓഫീസായിട്ട് യോജിച്ചു പോകാൻ, ആ രീതിക്ക് യോജിച്ചു പോകാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവരുടെ എല്ലാ നമ്പറും ബ്ലോക്ക് ചെയ്തു. കാരണം എനിക്ക് വേണ്ട അങ്ങനത്തെ ഒരു ഓഫീസിലെ കണക്ഷൻ. അപ്പോൾ ഇതാണ് ഞാൻ ഒരു സ്കാമായി കണ്ടത്. സ്കാം എന്ന് വെച്ചാൽ അവർക്ക് ഒത്തിരി കേസുണ്ട്. ഇപ്പോൾ ചിലരൊക്കെ തിരിച്ച് പൈസ ചോദിച്ചു തുടങ്ങിയെന്ന് ഞാൻ അറിഞ്ഞു. കാരണം 4 കൊല്ലം 5 കൊല്ലമൊക്കെ കേസ് നടത്തിയിട്ട്. അപ്പോൾ തിരിച്ചു ചോദിച്ചാൽ അവർ പറയും റീഫണ്ട് ചെയ്യില്ല. കാരണം വക്കാലത്ത് സൈൻ ചെയ്തപ്പോൾ നമ്മൾ തമ്മിലൊരു കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ട്, പൈസ ഒന്നും റീഫണ്ട് ചെയ്യേണ്ടതാണ്. അതായത് വെറും തട്ടിപ്പാണ് അവർ നടത്തുന്നത്. അപ്പോൾ ഇനിയെങ്കിലും ഇത് കാണുന്നവരെങ്കിലും ആ യൂട്യൂബ് വക്കീലിൻ്റെ ചതിയിൽ പോയി പെടണ്ട. അവർ എറണാകുളത്താണ് അവരുടെ ഓഫീസ്. നിങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ കാണാം. ഞാൻ പേര് പറയില്ല. പേര് പറയാത്ത എന്താണെന്ന് വെച്ചാൽ ഒരു ഡിഫോമേഷൻ്റെ ഒരു പ്രശ്നം വരണ്ടെന്ന് വെച്ചിട്ടാണ് എനിക്ക്. പിന്നെ അവരുടെ പേഴ്സണൽ ലൈഫാണെങ്കിൽ അതിലും അടിപൊളി. അവരുടെ FBയിൽ ഞാൻ കണ്ടതാണ് ചില കമൻസ് വിത്ത് ഫോട്ടോസ്, പിന്നെ ചില ഇമെയിൽ ഒക്കെ ഞാൻ കണ്ടു. അപ്പോൾ അവരായിട്ട് യാതൊരു കണക്ഷനും ഞാൻ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ല. മാനസികമായിട്ട് എന്തിനാണ് പ്രശ്നം ഏറ്റെടുക്കേണ്ട ആവശ്യം?